നിങ്ങളൊക്കെ വരുന്ന പറഞ്ഞാൽ വരും, മനസ്സിലായില്ലേ? ഞാനിത് എത്ര ബുദ്ധിമുട്ടിട്ടാണൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? എൻ്റെ ഭാര്യയുടെ 2 ചെയിൻ ഇപ്പോഴത്തെ പണികളായി പോയി. ഇനി 3ാമത്തെ വെക്കുക, അതും കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റുകയെന്നാണ് നമ്മൾ പറഞ്ഞത്. ചെയിനൊക്കെ നമുക്ക് വാങ്ങാൻ പാടില്ല. ഒന്നുകൂടി നിങ്ങൾ തയ്യാറുണ്ട്. നമ്മളെ നാടകം അത്രയും ഉഷാറായി പോയി പഠിക്കല്ലേ? ടീച്ചി പറഞ്ഞിട്ടേ ടീച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ ശരി. നാളെ വടകര പോയപ്പോ എല്ലാവരും പേരും മീനിടുന്നു, പൈസ മീനിടുന്നു. എല്ലാവരും നല്ലോണം ചോറിച്ചു പൂളിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ വിളിച്ചു വാങ്ങിയിട്ടുണ്ടാവണ്ട. അല്ലേ എല്ലാം എന്റെ പേരിലാണ് ഞാൻ എഴുതിയില്ല. പിന്നെ പെണ്ണുങ്ങളെ എങ്കിൽ നമ്മള് മിനിയും ഗിരിജയും ഈ 2 പൊരിച്ചതാ വാങ്ങിയത്. പെണ്ണുങ്ങളെല്ലാം ഓടി തിന്നോട്ടെ. പരിപാടികളൊക്കെ നമ്മുടെ നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ. വാസുവും നമുക്ക് ഈ കട്ടൻ പൊട്ടുന്ന കണ്ടിരിക്കുന്ന ആളല്ലേ? അപ്പൊ ഞാൻ കഥ വലിക്കുന്ന ആളാണ്. അപ്പൊ ഈ നാടകം മുഴുവൻ കണ്ടിട്ടുണ്ടാവും. നാടകത്തിന്റെ ഫുൾ വാക്കുകളും എല്ലാം എനിക്ക് ഭയഹാട്ടം. എനിക്ക് കാണാൻ പാടാം. ഉറപ്പല്ലേ? ഉറപ്പ്. എന്നാലും ഈ ആണ് ഞാനോ പല കഴിഞ്ഞിട്ടാവോ ഈ 8-3 ജാതിയുടെ ആളല്ലേ നമ്മൾ പഴശ്ശിരാജ. അതുകൊണ്ട് ഈ ഉണങ്ങിയ ശരീരം കൂടെ ആവോ? പഴശ്ശിനെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല. ഇപ്പൊ ആരെയും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടാന്ന് തോന്നില്ല. പഴശ്ശിത്തെ അടിച്ചാൽ അറിയുന്നത് വലിയ മകൾക്ക് പഴശ്ശി. ഈ പഴശ്ശിരാജൻ ഭയങ്കര ആളാണെന്നുള്ള ധാരണ ആയിക്കോട്ടെ. പക്ഷേ ഡയലോഗ് നോക്കാന്ന് പറഞ്ഞാല് ഒരു കണ്ണേറ്റൊരു ഉച്ചാര ശുദ്ധിക്കുക. ഭയം ഭയങ്കര ആളാണ്. അതൊക്കെ രാജാവാ പറയുന്നത്. ആദ്യത്തെ ഒരു തമ്മിൽ നോക്കാം. ശരി അല്ലേ? നമുക്ക് ആദ്യത്തെ ഇതൊന്നും നോക്കാം. രാജ പഴശ്ശിരാജ
അടുത്ത ഡയലോഗൊക്കെ ചെയ്തിട്ടുണ്ട്. ആരാ വരുന്ന നമ്മളൊന്നും വേണ്ടല്ലേ? കൊണ്ട് വർത്താൻ പറയും. എന്തിനാ മാരേട്ടൻ വിളിച്ചോ വിളിച്ചോന്നറിയാം. ഞാന് ആ നായരുടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഈ വിജയ വിളിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നാടകത്തില് നമ്മളെ നോക്കട്ടെ നമുക്ക്. നോക്കാം. അപ്പോ പിന്നെ വാസു നമുക്ക് നോട്ടേക്ക് പേരൊക്കെ അടുത്ത രണ്ടാമത്തെ സീനിലേക്ക് കേട്ടോ. ഡയലോഗ് പറയും. ഡയലോഗ് പറയാതെ നീ വിശാലിച്ചു കേട്ടോ. ശരി ശരി. മാതൃഭൂമിയെ ഒറ്റിക്കൊടുത്ത പുലരെ, മാതൃഭൂമിയെ ഒറ്റിക്കൊടുത്ത പുലരെ, മാതൃഭൂമിയെ ഒറ്റിക്കൊടുത്ത പുലരെ, മാതൃഭൂമിയെ ഒറ്റിക്കൊടുത്ത പുലരെ. അതല്ലേ നീ നന്നായി ചെയ്തിട്ടുണ്ട്. ഈ ഡയലോഗ് സംസാരം ഒന്ന് കൃത്യമാക്കിയാൽ പിന്നെ പുലരെ ഒഴിവാക്കാം. മാതൃഭൂമിയെ ഒറ്റിക്കൊടുത്ത പിശാച്, മാതൃഭൂമിയെ ഒറ്റിക്കൊടുത്ത പിശാച്. പിശാചേ, പിശാചേ. പറയാൻ പറ്റുന്നൊരു കാര്യം ആ പിശാച്
ശരിയാക്കി കൊടുത്ത നീ നന്നായിട്ട് അഭിനയിക്കുന്നു. ഒരു വൃത്തിയിൽ മനസ്സിലത് പറഞ്ഞാൽ മതി. ഈ വിസാസില് നീ കൊണ്ടുവരില്ല അങ്ങനെ. ശരി ബാക്കി നീയൊന്ന് അഭിനയിക്കും. ആ കാര്യം പറഞ്ഞിട്ടില്ല. എന്താ ഞാൻ ഇയാളെ കൂടെ അഭിനയിക്കൂല. മറ്റുള്ളോ അതുകൊണ്ടല്ലേ അല്ല പറയുന്നത് ഇയാളെ കൂടെ ആരെങ്കിലും അഭിനയിക്കോ? ഇയാൾക്ക് അഭിനയിച്ചാൽ അത് ഞാൻ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ആ സീനിലേക്കാണ് പോവാം. എന്താണ് അത് ഞാൻ കേട്ടിട്ടില്ല. സീന് നോക്കിയാലോ നോക്കല്ലേ ഇത് ആ പഴശ്ശിരാജ നമ്മളിപ്പോ ഈ മാതൃഭൂമി അയൽക്കാർ അവരായിട്ടുള്ള യുദ്ധത്തിൽ ഇയാളിപ്പോ പഴശ്ശിരാജ അപ്പൊ അയൽ രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ പറ്റുന്ന രാജ്യമായിട്ട് അപ്പൊ അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക ആ അതിന്റെ പലിശ എന്നിട്ട് യുദ്ധം ചെയ്ത് ഊരുന്നതുണ്ടല്ലോ ഇതിങ്ങനെ ബീച്ചെന്നെ തയ്ക്കുന്നില്ല അങ്ങനെ ശരി വലത്ത് ഇങ്ങനെ വെക്കുക പാട്ട് കൊണ്ടിട്ട് ഇടത്ത് വലത്ത് ഇങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പപ്സ് കഴിച്ചത് വേറെ എന്തെങ്കിലും കൂടി മാസായി. പിന്നെ ഞാനിപ്പോ വൈദ്യുത ഷോപ്പിൽ പോയി. അവിടെ വന്ന ഒരു പെണ്ണ മരുന്ന് എടുത്തു. അതിനോട് പറഞ്ഞു വേറെ ഇറങ്ങാനുള്ള മരുന്ന് വേണം. അല്ല വേറെ ഇറങ്ങാൻ അത് ഇറക്കാണല്ലോ.
അതിന്റെ കൂടെ ഇതും കൂടി കഴിഞ്ഞപ്പോ രാത്രി വിളിക്കാൻ പറ്റില്ല. അങ്ങനെ സൈഡായി അവസാനം ഞാൻ അടുത്ത വീട്ടിലെ പയ്യനെ പറഞ്ഞയച്ചു. ഇതാണ് മരുന്ന് എന്ന് പറഞ്ഞു. ഇതിന് റഷ്യ ചോദിച്ചു, ഇതല്ലല്ലോ മരുന്ന് കഴിക്കേണ്ടത്, എനിക്ക് വേറെ മരുന്നല്ല, ഇത് ആരാക്കി തന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടുത്തെ ഒരു പെണ്ണ തന്നത്. അല്ല പാട്ട് ഇത് കേൾക്കുക ഇങ്ങനെ പറഞ്ഞ് പോകുന്നത്. അപ്പൊ അങ്ങനെ ആ മരുന്ന് കഴിച്ച് ഇപ്പൊ ഞാൻ ഏകദേശം ശരിയായപ്പോ ഒരു വാക്ക് പറഞ്ഞാണല്ലോ ഓടിക്ക് പോകുന്നതാണ്. നിങ്ങൾ കരട് ഡയലോഗ് ഒന്ന് ഒഴിവാക്കി തരണം. പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ കളിക്കാം. അതേപോലെ ഒപ്പിച്ചോട്ട് കളിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കാര്യം ആ ബസ്സിൽ എപ്പോഴും ബസ് പോകുമ്പോൾ ഏറ്റവും പിന്നിലെ സീറ്റ് മുന്നിലല്ല പിന്നിലെ സീറ്റ് പോയി ഓക്കെ പോയില്ലേ ആ മുന്നിലെ സീറ്റിന്റെ അകത്ത് ഞാൻ പറഞ്ഞ ആളുകൾ വന്നോ?